അപ്പൊ എന്റെ സ്വന്തം കുഞ്ഞുമക്കളെ നല്ല കിടിലൻ കിടക്കാച്ചി വേറെ ലെവല് വസള കിട്ടിയിട്ടുണ്ട് മക്കളെ. എന്റെ മക്കളൊക്കെ എന്താ ഇതിനെ പറഞ്ഞത്, സവാളയെന്നാ. നല്ല വസള വീടിന്റെ മുമ്പിൽ തന്നെ സൈഡിലുണ്ടായതാണ്. നല്ല കിടിലൻ കിടക്കാച്ചി സാധനമാണ് മക്കളെ. അപ്പൊ നമുക്ക് ഇവനെ രാവിലെ തന്നെ അങ്ങോട്ട് തോരൻ വെച്ചെടുക്കാം. എന്റെ മക്കളെല്ലാവരും പോരും. എന്റെ മക്കളില്ലാതെ എന്ത് വസള തോരൻ. അപ്പൊ എന്റെ മക്കളൊക്കെ ഭക്ഷണം കഴിച്ചാ, എന്റെ മക്കളൊക്കെ ഭക്ഷണം കഴിച്ചെന്ന് കേട്ടാലേ സന്തോഷം കേട്ടോ. അതിനേക്കാളും വലിയ സന്തോഷം ഇല്ല. മക്കളെ നിന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിരിക്കണേന്ന് മക്കളെ. വേറെ പിന്നെ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി. പവിഴ മഴയേ. അപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം മക്കളെ. മഴ കൊണ്ടതാണ്, മഴ കൊണ്ടതുകൊണ്ട് വലിയതായിട്ട് കഴുകാനില്ല. ഇതാണ് വസള എന്ന് പറയും. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, സൈഡിൽ നല്ലോണം ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സാധനമാണ് കേട്ടോ. എൻ്റെ മക്കളൊക്കെ കഴിക്കണം. ഇത് പിന്നെ നമ്മൾ രസം വെച്ചും കുടിക്കാറുണ്ട് മക്കളെ. അപ്പോൾ ഗോൾഡൻ ചേട്ടൻ ഒരു പ്രാവശ്യം രസം വെച്ച് കാണിച്ചു തരാം. ഇന്ന് തോരനാണ് വെക്കണത്, നല്ല കിടിലൻ കിടക്കാച്ചി തോരൻ. ഇത് മുരിങ്ങാക്കോല്, ചീര, ഇങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ കഴിച്ചാലുണ്ടാ നല്ല അടിപൊളിയാണ്, ശരീരത്തിന് ബെറ്റർ സാധനമാണ് മക്കളെ. അപ്പം എൻ്റെ മക്കളൊക്കെ ഇതൊന്നും കിട്ടിയാൽ വിടരുത് കേട്ടോ. മരുന്ന് പോലും അടിക്കാത്ത സാധനമാണ്. ഈ കാടുകളിലൊക്കെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന സാധനമാണ്. എൻ്റെ മക്കളൊക്കെ ഈ കടയിൽ പോയി മേടിക്കൂലേ, അതൊക്കെ മരുന്നടിച്ച സാധനം എടുക്കും. വസളയൊക്കെ കടയിലൊക്കെ നേരത്തെയൊക്കെ മേടിക്കാൻ കിട്ടുമായിരുന്നു. അതൊക്കെ വെറും മരുന്നടിച്ച മക്കളെ. ഇതേപോലെ ബെറ്റർ സാധനം. ഉപ്പ് കുറച്ച് കൂടുതലായി പോയി, ചോറിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ആവും, അടിപൊളിയായിരിക്കും. എൻ്റെ മക്കളെ സാധാരണ തോരൻ. അപ്പം എൻ്റെ മക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കുഴഞ്ഞിട്ടിൻ്റെ കൂടെ ഇങ്ങോട്ട് പോരുക.